عشيرتكم وأموال اقترفتموها وتجارة تخشون كسادها. അല്ലാഹുവേ പറയാൻ പേടിയാവുകയാണ്. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ പടച്ചവനെ നീ കോപിക്കാൽ ഇറങ്ങിപ്പോയാൽ പന്താവൂര് വന്നിരിക്കുന്ന ഒരാൾ പോലും ചിലപ്പോൾ രക്ഷപ്പെട്ടു കൊള്ളണമെന്നില്ല. അല്ലാഹ് അത്ര ഗൗരവമുള്ള ഭാഷയിലാ പറയുന്നത്. നിങ്ങളുടെ ഉപ്പമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത്, ബാങ്ക് ഡിപ്പോസിറ്റ് കെട്ടിവെച്ചിരിക്കുന്ന കാശുകൾ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതൊക്കെയാണ് സമ്പത്ത് കൊണ്ട് ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. വമസാകിനു തർളൗനഹാ 10, 15, 20, 25, 30 ലക്ഷം രൂപ കൊടുത്തിട്ട് മനോഹരമായി പണിഞ്ഞു വെച്ചിരിക്കുന്ന കൊട്ടാരമുണ്ടല്ലോ. അല്ലാഹു ഖുർആനിലൂടെ എടുത്തു പറയുകയാണ്, നഷ്ടം വന്നു പോകുമോ എന്ന് നീ ഭയപ്പെടുന്ന നിന്റെ കച്ചവടമുണ്ടല്ലോ, നിന്റെ ഭവനമുണ്ടല്ലോ, അതെല്ലാം നീ ഇഷ്ടപ്പെടുന്നത് ആരെക്കാലും? അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിനെക്കാളും നിനക്കിട്ടും, നിന്റെ നീതി പ്രവർത്തനങ്ങളെക്കാൾ നിനക്കിട്ടും നീ പറഞ്ഞ വസ്തുക്കളാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ കൽപ്പനയെ കൊണ്ടുവരുന്നതിന് നിങ്ങൾ ഭയന്നുകൊള്ളുക. എത്രയോ വർഷം കൊണ്ട് ആകാശലോകത്തിൽ നിന്ന് ഉൾക്കയുടെ കഷണം പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണത് മുഴുവനും കടലിന്റെ അകത്തണങ്ങളില്ല. ആ കടലിന്റെ അകത്ത് ഉൾക്കയുടെ കഷണം വീണപ്പോ കിലോമീറ്ററുകളോളം താഴത്തേക്ക് പോയിട്ട് എത്രയോ മത്സ്യങ്ങൾക്ക് അപകടം സംഭവിച്ചു പോയി. കടലിന്റെ വെള്ളത്തിന്റെ നിറം പോലും മാറിപ്പോയി. എത്രയോ വർഷം കൊണ്ട് ഉൾക്കയുടെ ഭാഗം അടർന്നു വീഴുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഉൾക്കയുടെ ഒരു ഭാഗം പൊട്ടിയിട്ട് കരയിലേക്ക് വീണപ്പോ കേരളം കുലുങ്ങിയില്ലേ? കേരളം കുലുങ്ങിയില്ലേ? അല്ലാഹു പറയുന്നു പെണ്ണേ, അല്ലാഹു പറയുന്നു പെണ്ണേ, സ്വലാത്ത് ചെല്ലാൻ നേരമില്ലാതെ, സ്വലാത്ത് ചെല്ലിപ്പിക്കാൻ നേരമില്ലാതെ, നിസ്കരിക്കാൻ സമയമില്ലാതെ ഉണ്ണുക, ഉറങ്ങുക, സുഖിക്കുക, രസിക്കുക, അതിന് പുറത്തേക്ക് ഭൗതിക ലോകത്തിന്റെ ചിന്തകൾക്ക് പുറത്തേക്ക് വേറൊന്നുമില്ലാതെ കിട്ടിയ ആരോഗ്യം വെച്ച് സമ്പത്ത് വെച്ച് സുഖിക്കുന്ന എന്റെ സമുദായമേ, അല്ലാഹു പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. എന്റെ റസൂലിനെ വലിച്ചറിയുന്നവര്, എന്റെ റസൂലിനെ പുച്ഛിച്ചു തള്ളുന്നവര്, എന്റെ റസൂലിനെ കളിയാക്കുന്നവര്, എന്റെ റസൂല് സാധാരണ മനുഷ്യനെന്ന് പറയുന്നവര്, എന്റെ റസൂലിനെ ചാപ്പാടിന് വേണ്ടി മാത്രം കൊണ്ട് നടക്കുന്നവര്, അനോപുരത്തിന്റെ ഉള്ളറയിൽ ആദർശശുദ്ധിയില്ലാതെ ആരംഭ റസൂലിനെ വലിച്ചറിയുന്നവര്, അല്ലാഹു പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ കൽപ്പനയെ പടച്ചിറങ്ങുവാൻ കൊണ്ടുവരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു റസൂൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മടങ്ങി ഒന്നേ പറ്റുകയുള്ളൂ. ആർക്കും നിന്റെ ഹൃദയം പങ്കുവച്ചു കൊടുക്കല്ല പെണ്ണ്. നബി കഴിഞ്ഞിട്ടേ ഉള്ളൂ പൊന്നുമോളെ നിന്റെ ഭർത്താവ്. ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂല് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ മക്കള്. അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ ചെറുപ്പക്കാരാ. ലോകത്താരും അങ്ങനെയുള്ളൂ. നിസ്കാരം മുടക്കിയിട്ട് IPL-ന്റെ ആരവം കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ. ആൺപിള്ളേര് സ്റ്റേഡിയത്തിൽ കിടന്ന് 6 ബോളും അടിച്ച് ലക്ഷക്കണക്കിന് രൂപ ചൂതാട്ടത്തിലൂടെ വാങ്ങി കുമ്പവീർപ്പിച്ച് ആസ്വദിച്ച് കണ്ടുപിടിച്ച് പെണ്ടുപിടിച്ച് കിടക്കുമ്പോ അവനൊക്കെ വേണ്ടി കൊടിപിടിക്കാൻ കൈയടിക്കാൻ പിന്നെ ചെറുപ്പക്കാര് നിറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പൊട്ടിക്കരയുകയാണടാ. നിനക്ക് എന്തൊക്കെ സൗഭാഗ്യമാ പടച്ചറപ്പ് തന്നത്, എന്തൊക്കെ ആനന്ദമാ അല്ലാഹു തന്നത്. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് മറന്ന് ദുനിയാവ് മതിയെന്ന് പറയാൻ മാത്രം അല്ലാഹുവിനെ വെറുക്കാൻ എന്ത് തെറ്റാ പടച്ചവനും മുസ്ലിമിയും നിന്നോട് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, أرسلناك إلا رحمة للعالمين.